ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് വന്നിട്ട് എന്താണെന്നല്ലേ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ആൻഡ് ജെൽ ഐലൈനർ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ. പുള്ളിക്കാരി യൂസ് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട്. പുള്ളിക്കാരി മാത്രമല്ല, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടാവും. ഞാനത് അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ നോർമൽ ഐബ്രോ ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വൺസ് ഞാനത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞാനിത് അവിടെ വെച്ച് തന്നെ അത് ഓർഡർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഇതിനകത്ത് കൂടെ ഒരു ബ്രഷും അതിൻ്റെ കൂടെ ഇതാണ് അതിൻ്റെ ഒരു ഫുൾ പാക്കറ്റ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ഉണ്ടാവും, അത് നമുക്ക് കണ്ണൊക്കെ നോക്കി എഴുതാൻ. അതിൻ്റെ കൂടെ താഴെ കാണുന്ന പൗഡർ ടൈപ്പായിട്ട് വരുന്നത് ഫില്ലിംഗ് പൗഡറാണ് വരുന്നത്. അതിന് താഴെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഐലൈനർ വരുന്നത്. പക്ഷേ തുറക്കാൻ പെട്ടുപോയി എന്നാണ് ഗൈസ് തോന്നുന്നത്. ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഇതെന്ത് ചെയ്യണം, എങ്ങനെ തുറക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിത് അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള സംഭവമല്ല. അവസാനം ഇത് തുറന്നിരിക്കുന്നു. അതിനകത്ത് ഒരുമാതിരി ഐലൈനറാണ് താഴെ കാണുന്നത്. മുകളിൽ പൗഡർ എന്നായിരിക്കും പറയുന്നത്, പൗഡർ ടൈപ്പും താഴെ അതിൻ്റെ കാജളും. ഇതിന് രണ്ട് സൈഡ് ഉണ്ട് ഈ ബ്രഷിന്. ഞാനത് എവിടെ വെക്കണമെന്നൊന്നും എനിക്കത് ഞാൻ അതിൻ്റെ ആ ഒരു പേപ്പർ ഇതൊന്നും വായിച്ച് നോക്കിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. മാനുവലില്ല, അതൊന്നും വായിച്ച് നോക്കിയില്ല. അതിൽ താഴത്തെ വെച്ചിട്ട് ഞാൻ കണ്ണൊന്ന് ആദ്യം വരച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കണ്ണ് വരച്ച് നോക്കിയിട്ട് ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ട് നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. നോർമലി ഇതിനെക്കാട്ടും നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഞാൻ രണ്ട് കണ്ണും വരച്ചിട്ട് കാണിക്കാം. എനിക്ക് കണ്ണെഴുതുന്ന ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. കണ്ണെഴുതിയില്ലെങ്കിൽ നമ്മൾ ഉറക്കത്ത് എണീറ്റ് വരുന്ന പോലെയൊക്കെ ഇരിക്കും. കണ്ണെഴുതുമ്പോൾ ഒരു ഫ്രഷ്നെസ്, ഒരു ലുക്ക് തന്നെ നമ്മുടെ മാറിയ വേറൊരു ലുക്കിലാണ് വരുന്നത്. ഇനി നമുക്കൊന്ന് പുരികം ഫില്ല് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നു. ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് മുകളിലും അപ്പർ ലൈനും ലോവർ ലൈനും രണ്ട് ലൈൻ വരച്ച് കൊടുക്കുക. വരച്ച് കൊടുത്തതിന് ശേഷം അതിനിടയ്ക്കത്തെ എവിടേക്കാണോ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള പോർഷൻ കാണാമല്ലോ, ഈ ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ആ ഒരു ഷെയ്ഡ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പൗഡർ ടച്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് കാര്യമായിട്ട് ഇത് വരച്ച് വലിയ സംഭവം അങ്ങനെയൊന്നുമില്ല. നമ്മൾ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്യുക. കാണുമ്പോൾ ഇച്ചിരി വൃത്തി ഉണ്ടായിരിക്കണം. ഇപ്പോൾ ലാസ്റ്റ് ഞാനില്ല കരി വരച്ച പോലെ ഇരിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. പക്ഷെ കൊള്ളാം കേട്ടോ, വിചാരിച്ച പോലല്ല. അത് കാരണം മറ്റേ ഇതല്ലാത്ത പിരികത്തിന് അടി ഒരു ഫിനിഷിങ്, ഒരു ഫുൾ ഫില്ലിങ് കിട്ടുന്നുണ്ട്. അടുത്ത സൈഡിലൂടെ നമുക്ക് അതേപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. നിങ്ങളൊന്ന് യൂസ് ചെയ്യുന്നു.